ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നൊരു വീഡിയോ, ഇന്നത്തെ ദിവസം ഭഗവാൻ മുരുകന് വളരെയധികം പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. അതായത് ഷഷ്ഠി തിഥിയും വിശാഖം നക്ഷത്രവും ഒന്നു ചേർന്ന് വന്നിരിക്കുന്ന വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസം. സാധാരണയായി കറുത്തപക്ഷ ഷഷ്ഠി നമ്മൾ വ്രതമെടുക്കാനോ ഒന്നിനും ശ്രമിക്കില്ല. എന്നാൽ പോലും വിശാഖത്തോടു കൂടി ഷഷ്ഠി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ദിവസം ഭഗവാന്റെ അറുപട വീടുകളിൽ ഒന്നായ സ്വാമിമലയെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു മന്ത്രമാണ് നമ്മൾ ഭഗവാനു വേണ്ടി ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് ആ മന്ത്രമെന്നും ആ മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് നമ്മുടെ വീട്ടിൽ രാഹു ഭഗവാന്റെ ആക്ടിവേഷൻ ഉണ്ടെങ്കിൽ, അതായത് പൂജകളൊക്കെ ചെയ്യുമ്പോഴും പൂജയ്ക്ക് ശേഷവും ക്ഷേത്ര ദർശനത്തിന് ശേഷവുമൊക്കെ നമ്മുടെ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ രാഹു ഭഗവാൻ നമ്മുടെ വീട്ടിൽ വളരെയധികം ആക്റ്റീവാണെന്നുള്ളതും ആ രാഹു ഭഗവാനെ എങ്ങനെയാണ് ഇനാക്റ്റീവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് പോയി കാണണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഷഷ്ഠിത്തിഥി ഇന്ന് രാത്രി 11:28 വരെയും വിശാഖം നക്ഷത്രം ഇന്ന് സന്ധ്യയ്ക്ക് 4:28 വരെയുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുൻപിൽ എത്തുന്ന സമയം മുതൽ ഇന്ന് രാത്രി 11:28 മുൻപായി ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഭഗവാന്റെ അറുപട വീടുകൾ നമുക്കറിയാം. 6 അറുപട വീടുകളാണ് ഭഗവാനുള്ളത്. അതിൽ തന്നെ തൻ്റെ പിതാവായ മഹാദേവന് ഓം എന്നുള്ള പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത സ്വാമിമലയിലെ മുരുക ഭഗവാനെയാണ് നമ്മൾ ഇന്ന് പൂജിച്ച് പ്രാർത്ഥിക്കേണ്ടത്. സ്വാമിമലയിലെ മുരുക ഭഗവാൻ എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഭഗവാൻ തന്നെയാണ്. അറുപട വീടുകൾ എല്ലായിടത്തും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പം നമ്മുടെ വിധിയെ മാറ്റിമറിക്കാവുന്ന, നമ്മുടെ ജീവിതത്തിന് അർത്ഥം പകരുന്ന സ്വാമിമലയിലെ ആ മുരുക ഭഗവാനെയാണ് നമ്മൾ ഇന്ന് പൂജിച്ച് പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ നോൺ വെജ് കഴിച്ചിട്ട് നിങ്ങളിത് ചെയ്യാനായിട്ട് നിൽക്കരുത്. പീരിയഡ്സ്, പുല, വാലായ്മ പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളിത് ചെയ്യരുത്. ഇത് നമുക്ക് ഏതൊരു ദിവസവും ചെയ്യാവുന്നതാണ്. അതായത് മാസത്തിലെ 30 ദിവസവും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യാൻ സാധിക്കാത്തവരൊക്കെ നാളെ ചൊവ്വാഴ്ച ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം മുതൽ ഇന്ന് രാത്രി 11:28 മുൻപ് എപ്പോൾ കണ്ടാലും ആ സമയത്ത് വീട്ടിൽ മുരുക ഭഗവാന്റെ ഫോട്ടോ, വിഗ്രഹം, വേല് എന്താണോ ഉള്ളത് അതിന് മുൻപിലായിട്ട് ഒരു നെയ്ദീപം കൊളുത്തി വെക്കുക. നെയ്ദീപമാണ് ഏറ്റവും ശ്രേഷ്ഠം. നെയ്ദീപം കൊളുത്താൻ സാധിക്കാത്തവർ നല്ലെണ്ണ ദീപം കൊളുത്താവുന്നതാണ്. അത് കൊളുത്തി വെക്കുക. ഇനിയിപ്പം അഭിഷേകം ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഭഗവാന്റെ ഫോട്ടോ, വിഗ്രഹമൊക്കെ തുടച്ച് വെക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. എന്നിട്ട് ഭഗവാന് മുൻപിലൊരു നെയ്ദീപം കൊളുത്തി വെച്ച്, ഭഗവാന് മഞ്ഞൾ, കുങ്കുമം, പൊട്ടൊക്കെ വെക്കുന്നവർ അതൊക്കെ വെച്ച്, ഭഗവാന് ചുമന്ന കളറിലെയോ വെള്ള കളറിലെയോ പൂക്കൾ കൂടിയിട്ട് സമർപ്പിക്കുക. മാല കെട്ടിയിട്ടോ അങ്ങനെ, അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെയോ ഫോട്ടോയുടെയോ അടുത്തായിട്ട് വെച്ചാലും മതി. അതിനുശേഷം നമ്മൾ ഭഗവാനെ പൂർണ്ണമായും മനസ്സിൽ കാണുക. നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു രൂപം എന്ന് പറയുന്നത് തൻ്റെ പിതാവായ മഹാദേവന് മടിയിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഓം എന്ന പ്രണവ മന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന ഭഗവാൻ മുരുകനെയാണ്. സ്വാമിമല ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, അവിടെ ഒരുപാട് ഈ രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ആ ഒരു ഫോട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിൽ കാണണം ആദ്യം തന്നെ. അതിനുശേഷം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും ഭഗവാനോട് നമ്മൾ പറയുക എന്നുള്ളതാണ്. അത് പറയുക. വളരെ പെട്ടെന്നൊന്നും പറയണ്ട. നമ്മൾ വളരെ പതിയെ സാവധാനത്തിൽ ഭഗവാൻ നമ്മുടെ മുൻപിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് വേണം നമ്മുടെ വിഷമങ്ങളാണെങ്കിലും നമുക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹങ്ങളാണെങ്കിലും ഭഗവാനോട് പറയാൻ. അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നമ്മൾ 108 പ്രാവശ്യം ചൊല്ലണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മന്ത്രമാണ് സ്വാമിമലയിൽ അർച്ചന ചൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രമാത്രം ഭഗവാനിൽ ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ടും
ഭഗവാനിൽ ഭക്തി കൊണ്ടും വേണം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലാൻ. മന്ത്രം ഇതാണ്, ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഓം നമോ കുമാരായ നമ. ഓം നമോ കുമാരായ നമ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം. 108 പ്രാവശ്യം ചൊല്ലുക. നമ്മുടെ കയ്യിൽ നല്ല ചുമന്ന കളറിൽ റോസാപ്പൂവ്, അരളിപ്പൂവ്, ചെത്തിപ്പൂവ് അങ്ങനെയുള്ള പുഷ്പങ്ങളുണ്ടെങ്കിൽ അത് അർച്ചന ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. അർച്ചന ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആ ഒരു രീതിയിൽ ചെയ്തുകൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് നല്ല ഫലം തന്നെ ലഭിക്കും. അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഭഗവാനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ചൊല്ലുക എന്നുള്ളതാണ്. ഈ ഒരു മന്ത്രം നമ്മൾ വിശ്വാസപൂർവ്വം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ തലവിധി എന്താണെങ്കിലും അത് മാറ്റി മറിക്കുക തന്നെ ചെയ്യുന്ന ഒരു മന്ത്രമാണിത്. അതിന് കാരണമെന്ന് പറയുന്നത് ഭഗവാന് പ്രണവമന്ത്രം ഓതിക്കൊടുത്ത സ്ഥലം എന്നതിനേക്കാൾ കൂടുതൽ ബ്രഹ്മദേവൻ്റെ തലവിധി മാറ്റിയ മന്ത്രം കൂടിയിട്ടാണ് ഇത്. കാരണം ബ്രഹ്മദേവന് വളരെയധികം അഹങ്കാരം ബാധിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഭഗവാൻ മുരുകൻ ബ്രഹ്മദേവനോട് ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം ചോദിക്കുകയും അത് അറിയില്ല എന്ന് പറയുകയും ആ സമയത്ത് മുരുക ഭഗവാൻ ബ്രഹ്മദേവനെ അടച്ചു വെക്കുകയും അതറിഞ്ഞ വിഷ്ണുദേവൻ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞ് മഹാദേവൻ്റെ അടുത്ത് ചെല്ലുകയും അങ്ങനെ മഹാദേവൻ മുരുകഭഗവാനെ വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും മുരുകഭഗവാനോട് ബ്രഹ്മദേവനെ അവിടെ നിന്ന് മോചിപ്പിക്കണമെന്ന് പറയുകയും അച്ഛൻ പറഞ്ഞപ്പോൾ ഭഗവാൻ അത് കേൾക്കുകയും ബ്രഹ്മദേവനെ മോചിപ്പിക്കുകയും ചെയ്തു. ശേഷം ഭഗവാൻ മഹാദേവൻ മുരുകഭഗവാനോട് നിനക്ക് ഓം എന്നുള്ള പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം അറിയാമോ എന്ന് ചോദിക്കുകയും അറിയാമെന്ന് പറഞ്ഞപ്പോൾ മഹാദേവന് തന്നെ ആശ്ചര്യം തോന്നി. കാരണം ഇത്ര ചെറിയൊരു കുട്ടിക്ക് എങ്ങനെയാണ് ഇത് അറിയുക എന്ന് വിചാരിച്ചിട്ട്. ശേഷം ഭഗവാൻ തൻ്റെ ചെവിയിൽ അത് പറഞ്ഞു തരാൻ വേണ്ടി മുരുകഭഗവാനോട് പറഞ്ഞു. അങ്ങനെയാണ് ഭഗവാൻ മഹാദേവൻ്റെ ചെവിയിൽ ഓം എന്നുള്ള പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം മുരുകഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാന്റെ 6 അറുപട വീടുകളിൽ ഒന്നായ സ്വാമിമലയിൽ കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് ഈ ഒരു വളരെയധികം പവിത്രമായ മുഹൂർത്തം നടന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ നമ്മൾ ഇന്നത്തെ ദിവസം ഇത് ജപിക്കുക. സാക്ഷാൽ ബ്രഹ്മദേവൻ്റെ തലവിധി വരെ മാറ്റി എഴുതിയ ഭഗവാൻ മുരുകന് നമ്മുടെ തലവിധി മാറ്റി എഴുതാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ. വിശ്വാസപൂർവ്വം ഇത് ചെയ്താൽ തീർച്ചയായും അതിനുള്ള ഫലം കിട്ടും. എല്ലാവരും ചൊല്ലണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.